പട്ടണക്കാട് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരണം നടന്നു. കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ഭവനരഹിതർക്ക് ഭവന നിർമ്മാണത്തിനും ഊന്നൽ നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മമത ബി സിംഗ് അവതരിപ്പിച്ചത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്ന പദ്ധതികൾ ഇവയാണ്. ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതി, കുടിവെള്ളം വിതരണം, ഇടത്തോടുകൾ ശുചീകരിക്കൽ, ശ്മശാനത്തിന് സ്ഥലം വാങ്ങൽ, കടൽക്ഷോഭം ചെറുക്കൽ, തെരുവിളക്ക് പരിപാലനം, അന്തകാനഴി ബീച്ച് നവീകരണം, കളിസ്ഥലത്തിന് ഭൂമി വാങ്ങൽ, തെരുവുനായ നിയന്ത്രണം, പൊന്നാമിളി മാർക്കറ്റ് നവീകരണം, ഓൾഡ് ഏജ് ഹോമിന് സ്ഥലം വാങ്ങൽ, ജാഗ്രതാ സമിതി സ്ത്രീ ശാക്തീകരണം, വിശപ്പ് രഹിത പട്ടണക്കാട്. സംസ്ഥാന ഗവൺമെന്റുകളുടെ നിർദ്ദേശങ്ങൾ പ്രകാരമുള്ള ഹരിത കേരള മിഷൻ, ലൈഫ് മിഷൻ, ആർദ്രം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം തുടങ്ങിയ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നതായിരിക്കും. നാടിന്റെ നാനാമുഖമായ വികസനവും ജനക്ഷേമകരമായ പദ്ധതികളുമാണ് നമ്മുടെ വികസന തന്ത്രം. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു. ഉൽപാദന മേഖലയിലെ കൃഷിക്കും മൃഗസംരക്ഷണത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുമ്പോൾ കാർഷികാടിത്തറയുള്ള നാടിനെ വീണ്ടെടുക്കുന്നതിനുള്ള മുന്നൊരുക്കമാണ് ബജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സേവന മേഖലയിലെ എല്ലാ വിഭാഗത്തിനും പരിഗണന നൽകുന്നതിനോടൊപ്പം ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനും വയോജന ക്ഷേമ പരിപാടികളും ആശ്രയ അഗതി പുനരധിവാസ പദ്ധതികളും തുടങ്ങിയ പദ്ധതികൾക്ക് ബജറ്റിൽ മുൻതൂക്കം നൽകിയിരിക്കുന്നു. സാമൂഹ്യനീതിയും തുല്യനീതിയും സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നുവരുന്ന കാലത്ത് സാമൂഹ്യനീതിയുടെ പരിപാലനം അടിസ്ഥാനമാക്കിയാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഭവനരഹിതർക്ക് സഹായം എത്തിക്കുക, വർക്കിംഗ് ഗ്രൂപ്പിൽ അവതരിപ്പിച്ച പദ്ധതികൾക്ക് പുറമെ പ്രത്യേക പ്രവർത്തനാശയങ്ങൾ ബജറ്റിന്റെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുട്ടികൾ, വനിതകൾ, വൃദ്ധജനങ്ങൾ, ഭിന്നശേഷിക്കാർ, പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അർഹതപ്പെട്ട മുൻഗണന നൽകുന്നതാണ് ബജറ്റ്. പട്ടണക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിക്രമൻ ടി അധ്യക്ഷത വഹിച്ച അവതരണത്തിൽ വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മമത ബി സിംഗ് ബജറ്റ് അവതരിപ്പിച്ചു.